നമസ്കാരം. കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ധനവില കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പെട്രോൾ, ഡീസൽ നിരക്കുകൾ GSTയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ് ധനമന്ത്രി. ഇപ്പോഴുള്ള വാറ്റിൽ നിന്ന് അതിനെ മാറ്റണം. സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച് ഒരു നിശ്ചിത നിരക്ക് തീരുമാനിച്ചാൽ ഇന്ധനവില GSTയിൽ ഉൾപ്പെടുത്താമെന്നും ധനമന്ത്രി പറയുകയുണ്ടായി. ഇത്തരമൊരു നീക്കം ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും. GSTയിൽ ഉൾപ്പെടുത്തുന്നതോടെ ഒരു നികുതി മാത്രമായിരിക്കും ചുമത്തുക. സംസ്ഥാന നികുതി ഉണ്ടാവില്ല. ഉൽപാദനത്തിന് മാത്രമല്ല നികുതി ചുമത്തുക, ഉൽപ്പന്നത്തിന് എക്സൈസ് തീരുവയും കേന്ദ്രം ചുമത്തും. സംസ്ഥാനങ്ങൾ നിരക്കുകൾ തീരുമാനിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്താൻ സമ്മതം അറിയിക്കുകയും ചെയ്താൽ കേന്ദ്രം അക്കാര്യം വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാണ്. ഇനി GST കൗൺസിൽ അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും ധനമന്ത്രി പറയുകയുണ്ടായി. നിലവിൽ സംസ്ഥാന നികുതിയും ഇന്ധനത്തിന് ചുമത്തുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക നികുതി വ്യത്യസ്തമാണ്. നിലവിൽ പെട്രോളിനും ഡീസലിനും ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത വിലയാണുള്ളത്. കാരണം ഓരോ സംസ്ഥാനവും ചുമത്തുന്നത് വ്യത്യസ്ത നികുതിയാണ്. ഇതിനുശേഷം കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടി ഇതിനു മുകളിൽ ഈടാക്കുന്നു. അതായത് അന്തിമ ഉപഭോക്താവ് 2 തവണ നികുതി അടയ്ക്കുന്നു. ഒരിക്കൽ സംസ്ഥാന സർക്കാരിനും പിന്നെ വീണ്ടും കേന്ദ്രത്തിനും. രണ്ടും GST ലിസ്റ്റിലേക്ക് മാറ്റിയാൽ പിന്നെ ഉപഭോക്താവ് 1 തവണ മാത്രമേ നികുതി അടയ്ക്കേണ്ടി വരികയുള്ളൂ. ഇത് പെട്രോൾ വില ഗണ്യമായി കുറയുന്നതിന് കാരണമാകും. അതേസമയം ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെന്ന വാദങ്ങളെ ധനമന്ത്രി തള്ളുകയും ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് മുമ്പുള്ള പോലെ തന്നെ കേന്ദ്ര ഫണ്ട് ലഭിക്കും. ഒരു സംസ്ഥാനത്തിനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ പുനഃസംഘടന നിയമപ്രകാരം കേന്ദ്ര സർക്കാർ അവരുടെ തലസ്ഥാന നഗരി നിർമ്മിക്കാനും പിന്നോക്ക മേഖലകൾ വികസിപ്പിക്കാനുമായി ഫണ്ട് അനുവദിക്കണമെന്ന് നിയമമുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമരാവതിയെയും പോളാവരി ജലസേചന പദ്ധതിയെയും കേന്ദ്രം പിന്തുണയ്ക്കും. പോളാവരം നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കടം വാങ്ങേണ്ടി വരും. എന്നാൽ ഈ ബാധ്യതകൾ വളർച്ചയെ ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ഉറപ്പാക്കേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ദേശീയ ധനമന്ത്രിയുടെ പ്രതികരണമായിരുന്നു അത്. ധനക്കമ്മി കുറയ്ക്കുക എന്ന കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തത്. വളർച്ചാ നിരക്കിന് മാത്രമല്ല മുൻഗണന കൊടുത്തത്. എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതകൾ കുറയ്ക്കാൻ മാർഗങ്ങളും ഉണ്ടാവും. പക്ഷെ വായ്പയെടുക്കൽ വളർന്നു വരുന്ന ഏത് രാജ്യത്തിനും നിർബന്ധമാണ്. എത്ര വായ്പ എടുക്കുന്നു, അത് എവിടെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും ധനമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.